നമസ്കാരം. ഈ അടുത്ത കാലത്ത് ഏറ്റവും അധികം കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെട്ടിട്ടുള്ളത് മാധ്യമങ്ങളാണെന്ന് ഇവിടുത്തെ ഒരു കൊച്ചുകുട്ടിക്കും അറിയാം എന്നുള്ളത് തന്നെയാണ്. എങ്കിലും വാർത്തകൾ അറിയുക എന്നുള്ളത് മാധ്യമങ്ങളിൽ നമ്മൾ ആശ്രയിക്കുന്ന ഒരു കാര്യമാണ്. ന്യൂസ് 18 എന്നുള്ളത് അംബാനിയുടെ ചാനലാണ്. അതുപോലെ മീഡിയ വൺ എന്നുള്ളത് മുസ്ലിം താല്പര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമി ബേസ് ചെയ്യുന്ന ചാനലാണ്. നമുക്കറിയുന്ന പോലെ അതിലിപ്പോൾ കൈരളി എന്നുള്ളത് ഇടതുപക്ഷത്തിൻ്റെ ചാനലാണ്, മനോരമ എന്നുള്ളത് കോൺഗ്രസ് ചാനലാണ്. ഇപ്പോൾ ഇടയ്ക്ക് BJP അനുഭാവം കാണിക്കുന്നുണ്ട്. മാതൃഭൂമി തൽക്കാലം BJP ആയി മാറിയിരിക്കുന്നു എന്നുള്ളതൊക്കെ അറിയുന്ന ഒരു കാര്യമാണ്. ഇന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കാണുകയാണ്. ആ വാർത്ത നല്ല കൗതുകം തോന്നിയപ്പോഴാണ്. എന്ന് വെച്ചാൽ KM ഷാജി പിണറായി വിജയനെതിരെയാണ് സംസാരിക്കുന്നത്. ആരോപിച്ചു. താനൂരിൽ ലീഗ് പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു KM ഷാജി. പിണറായി പാറയിൽ ഒരു പള്ളി ഉണ്ടായിരുന്നു. ഡിസംബർ 31 ശാന്തി സമാധാനം വരുന്നതിന് മുമ്പ് ആ പള്ളി പൊളിച്ചു തീർത്തു. അവിടെ ഒരു പ്രതിയുണ്ട്, പേര് കുമാരൻ, സഖാവ് കുമാരൻ. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ സഹോദരനാണ്. നിങ്ങൾ ഈ പൂവിട്ട് പൂജിച്ച് കൊണ്ടു നടക്കണ ഈ സാധനം ഉണ്ടല്ലോ, ഇരട്ട ചങ്കിട്ട് നുണ പറയുന്ന ഒറ്റ ചങ്ക് പോലും ഇല്ലാത്ത നടുപ്പുറത്ത് RSSന്റെ മുമ്പിൽ വളച്ചു വെക്കുന്ന നട്ടല് മാത്രമല്ല എന്റെ പിണറായി വിജയനില്ലേ. വളരെ മോശപ്പെട്ട വാക്കുകളാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ആൾ കുറേ കാലമായിട്ട് ആൾ നേതാവായിരുന്നു, ഇപ്പോൾ ഒന്നുമല്ല. എന്ന് വെച്ചാൽ എവിടെയെങ്കിലും കിട്ടുന്ന ഈ പ്രസംഗം മാത്രമാണ്. അതിലിടയിൽ പുതിയ പുതിയ കാര്യങ്ങൾ അവതരിപ്പിക്കും. നിലനിൽപ്പില്ലാത്ത കാര്യങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ഇത് മാധ്യമപ്രവർത്തകൻ പറഞ്ഞു കൊടുക്കണതാവോ? അതെന്തായാലും വിരോധമില്ല. അദ്ദേഹം അത് പറഞ്ഞു കഴിഞ്ഞു. അത് മീഡിയ വണ്ണിലാണ് പറയുന്നത്. ഇനി നമുക്ക് ഇത് പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾ RSSകാരനാണ്, RSSന് വേണ്ടി പണിയെടുക്കുകയാണ് എന്നാണ് പറയുന്നത്. ഇനി RSSകാർ പറയുന്നത് മീഡിയ വണ്ണിൻ്റെ ചാനലിലേക്കാം. ഒരു ഘട്ടത്തിൽ CPM-നെ അവരാണ് നിയന്ത്രിക്കുന്നത് എന്ന് പോലും പറഞ്ഞിരുന്നു. പ്രത്യേകിച്ചും CPM-നകത്തെ ചില പുതിയ നേതാക്കന്മാരുടെ ഉദയം അവർക്ക് പ്രത്യേക പരിരക്ഷ കിട്ടുന്നു. അവർ MT രമേശാണ് പറയുന്നത്. പാർട്ടി സെക്രട്ടറിയേക്കാൾ മേലെയാകുന്നു. എങ്ങനെയൊക്കെയുള്ള ആക്ഷേപങ്ങളും ഒക്കെ ആ പാർട്ടിക്കകത്ത് തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. നമ്മൾ വെളിയിൽ അറിഞ്ഞിട്ടുള്ളതാണ്. CPM ലീഡർഷിപ്പ് ഹൈജാക്ക് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഉദാഹരണമായിട്ട് മുഹമ്മദ് റിയാസിന് CPM-നകത്തുണ്ടാകുന്ന സ്വാധീനം കേരളത്തിൽ കുറച്ചു കാലമായി നാം കേൾക്കുന്നത് CPM-ന്റെ. അപ്പോൾ ചോദ്യവും ഒരു ദിവസവും ഉത്തരവും അവർ തന്നെയാണ് തരുന്നത്. മുസ്ലിം തീവ്രവാദികൾക്ക് പിണറായി വിജയന് ഇഷ്ടമല്ല, അതേപോലെ തന്നെ ഹിന്ദു തീവ്രവാദ ആശയങ്ങൾക്കും പിണറായി വിജയന് ഇഷ്ടമല്ല. നിങ്ങൾ സഖാവെ യഥാർത്ഥ വഴിയിലാണ്. ഞാൻ ഉത്തരമൊന്നും പറയണ്ട, ചോദ്യങ്ങളും ഇല്ല ഉത്തരങ്ങളും ഇല്ല. കാരണം ചോദ്യ ഉത്തരമൊക്കെ ആര് പറയുന്നുണ്ട്? മാധ്യമങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ അങ്ങോട്ട് പറ. അടിപൊളി.